കഥയെ ആരംഭിക്കുന്നത് 2001 ഐവാൻ എന്ന ഒരു യുവാവിനെ നമ്മൾ പരിചയപ്പെടുന്നു. ഒരു ആഡംബര സ്പോർട്സ് കാറിൽ അതിഗംഭീരമായ സ്റ്റൈലിലായിരുന്നു അവൻ അന്ന് അങ്ങോട്ടേക്ക് എത്തിയത്. അവന്റെ വേഷവിധാനവും പെരുമാറ്റവും ഒക്കെ കണ്ട വളരെയധികം സമ്പന്നനായ, സമ്പത്ത് പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന തറവാടത്തമുള്ള ഒരാളാണെന്ന് ആർക്കും തോന്നും. പക്ഷേ എന്നാൽ അതൊന്നും സത്യമല്ല. അവനൊരു സമ്പന്ന കുടുംബത്തിലെ അംഗമല്ല. ആ വില കൂടിയ കാറാണെങ്കിൽ അവന്റേതുമല്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അവ ശ്രദ്ധിക്കാനുമായി നിയോഗിക്കപ്പെട്ട വെറുമൊരു വാലറ്റാണ് അവൻ. വളരെ സാധാരണമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഐവാൻ വരുന്നത്. അവന്റെ മാതാപിതാക്കൾ ചെറിയൊരു ഹോട്ടൽ നടത്തുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനാണെങ്കിലും പഴയകാലത്ത് അങ്ങനൊന്നും ആയിരുന്നില്ല. 1992 അവന്റെ പിതാവിന് സ്പെയിനിൽ പ്രശസ്തമായ വലിയൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അതവിടെ നാട്ടുകാർക്കിടയിൽ വലിയ ജനപ്രീതിയും നേടിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷമുണ്ടായ സാമ്പത്തിക മാന്ദ്യം ആ ബിസിനസിനെ അപ്പാടെ തകർത്തു കളഞ്ഞു. അതോടെ അവരുടെ സാമ്പത്തിക സ്ഥിതി തകർന്നു. പിന്നീട് ഒരിക്കലും പഴയ നിലയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചതുമില്ല. ആ ബിസിനസ് പരാജയത്തിന് ശേഷം ക്ഷമയുള്ളവനും ശാന്തനുമായിരുന്ന അവന്റെ അച്ഛൻ കൂടുതൽ പരുക്കനായി മാറി. അദ്ദേഹം എപ്പോഴും സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിലെ ഈ അസ്വസ്ഥതകൾ കാരണം ഐവാൻ അച്ഛനിൽ നിന്ന് പതിയെ അകന്നു തുടങ്ങി. അച്ഛൻ പൂർണ്ണമായും മാറിപ്പോയി എന്നായിരുന്നു ഐവാന്റെ ഉറച്ച വിശ്വാസം. എങ്കിലും അച്ഛന്റെ ആ ബിസിനസ് ബുദ്ധി ഐവാന് പാരമ്പര്യമായി തന്നെ ലഭിച്ചിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ അവൻ തന്റെ ഒരു വലിയ പദ്ധതി പങ്കുവച്ചു. ഒരു പഴയ അപ്പാർട്ട്മെന്റ് വാങ്ങി അത് പുതുക്കിപ്പണത് ലാഭത്തിന് മറച്ചുവെക്കുക എന്നതായിരുന്നു അത്. എന്നാൽ അവനെ പിന്തുണയ്ക്കുന്നതിന് പകരം ഇതൊന്നും പ്രായോഗികമായ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ അവനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു ചെയ്തത്. പിറ്റേന്ന് ഐവാൻ വീണ്ടും ഗോൾഫ് ക്ലബിൽ തന്റെ ജോലിക്കായി പോയി. അന്നത്തെ അതിഥികളിൽ ഒരാൾ മദ്യപിച്ച് ലക്കുകെട്ട് നേരെ നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലുള്ള ഒരു ധനികനായിരുന്നു. ഇതൊരു അവസരമായി കണ്ട ഐവാൻ വിദേശത്തേക്ക് പോകാൻ പ്ലാനിട്ടിരുന്ന അയാളെ എയർപോർട്ടിൽ എത്തിക്കാമെന്നേറ്റു. ആ സേവനത്തിന് 300 യൂറോവാണ് ഐവാൻ ചോദിച്ചത്. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുലർച്ചെ കൃത്യസമയത്ത് തനിക്കെത്തേണ്ട ഇടത്ത് തന്നെ എത്തിച്ചാൽ 500 യൂറോ നൽകാം എന്നയാൾ വാഗ്ദാനം ചെയ്തു. എളുപ്പത്തിൽ കിട്ടുന്ന പണം നഷ്ടപ്പെടുത്താൻ ഐവാൻ ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ഉടൻ സമ്മതിച്ചു. അവൻ അയാളെ നല്ല രീതിയിൽ ഫാസ്റ്റായി ഡ്രൈവ് ചെയ്ത് കൃത്യസമയത്ത് അയാൾ പറഞ്ഞ ഇടത്തെത്തിച്ചു. അയാൾ ബിസിനസ് പങ്കാളിയെ കാണാൻ പോയപ്പോൾ ഐവാൻ പുറത്ത് ക്ഷമയോടെ കാത്തുനിന്നു. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയ അയാൾ പറഞ്ഞതിലും കുറഞ്ഞ തുകയെ നൽകിയുള്ളൂ. ഐവാൻ അതിൽ അസ്വസ്ഥത തോന്നിയിരുന്നു. താൻ വഞ്ചിക്കപ്പെട്ടു എന്നവൻ മനസ്സിലാക്കി. അതിന് പകരം വീട്ടാൻ തന്നെ അവൻ ഉറച്ചു. ആ ധനികന്റെ ബിസിനസ് പങ്കാളിയായ ആനി എന്ന സ്ത്രീയെ സമീപിച്ച് അവർക്ക് കൊണ്ടുവരാൻ വന്ന പണത്തിൽ നിന്നൊരു ഭാഗം അയാൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഐവാൻ പറഞ്ഞു. ആദ്യം ആനി അത് വിശ്വസിച്ചില്ലെങ്കിലും ഐവാൻ നിർബന്ധിച്ചപ്പോ പണം വീണ്ടും എണ്ണി നോക്കാൻ ആനി തീരുമാനിച്ചു. എണ്ണി നോക്കിയപ്പോഴോ അതിൽ കുറവുണ്ട്. ഐവാന്റെ സത്യസന്ധതയിൽ ആകൃഷ്ടിയായ അവർ ആ ധനികനെ ഉടൻ ജോലിയിൽ നിന്ന് പുറത്താക്കി. ആ സ്ഥാനം ഐവാന് നൽകി. തന്റെ തന്ത്രം വിജയിച്ചതിൽ ഐവാൻ അതീവ സന്തോഷവാനായി. പക്ഷേ അതിന് പിന്നിൽ ഒരു നിഗൂഢ സത്യമുണ്ടായിരുന്നു. എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടെ അയാൾ മയങ്ങിക്കിടന്നപ്പോ ഐവാൻ തന്നെയായിരുന്നു ആ പണം മോഷ്ടിച്ചത്. ഐവാന് വൈകാതെ ആദ്യത്തെ ദൗത്യം നൽകപ്പെട്ടു. ആനിയുടെ ബിസിനസ് പങ്കാളിയായ യസാമസിന് ഒരു പ്രത്യേക പാഴ്സൽ, ഒരു വെള്ളക്കുതിരയെ എത്തിക്കുകയായിരുന്നു ഐവാന്റെ ജോലി. വലിയൊരു തുകയ്ക്ക് പകരമാണ് ആ തുക കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഐവാൻ വളരെ കൃത്യമായി ആ തുക സുരക്ഷിതമായി ആനിക്ക് എത്തിച്ചു കൊടുക്കണം. യസാമസിന്റെ മകളായ ലെറ്റീഷ്യയിൽ നിന്ന് ഈ കള്ളക്കച്ചവടം രഹസ്യമായി സൂക്ഷിക്കുകയും വേണം. അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ആ വെള്ളക്കുതിര. ഐവാൻ ഈ രംഗത്ത് പുതിയ ആളാണെന്നറിയാവുന്ന യസാമസ് ബിസിനസ് കാര്യങ്ങൾ പുറം ലോകം അറിയരുത് എന്ന കർശന നിർദ്ദേശം അവന് നൽകി. ഓരോ ഇടപാടും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ ഐവാൻ മറുപടി പറഞ്ഞു. എന്നാൽ മടക്കയാത്രയിൽ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറിമറിഞ്ഞു. പോലീസിന്റെ ഒരു പട്രോളിംഗ് സംഘം ഐവാന്റെ വണ്ടി തടഞ്ഞു. പതറാതെയിരിക്കാൻ ശ്രമിച്ച ഐവാനോട് അവര് ലൈസൻസ് ആവശ്യപ്പെട്ടു. ആ കാർ അവന്റെ പേരിലല്ല രജിസ്റ്റർ ചെയ്തിരുന്നത്. പോലീസ് അത് കണ്ടെത്തി. സുഹൃത്തിന്റേതാണെന്ന് പറഞ്ഞിട്ടും പോലീസ് അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവർ കാറിന്റെ ഡിക്കി തുറന്ന് പരിശോധിച്ചു. പണം നിറഞ്ഞ ആ സ്യൂട്ട് കേസ് കണ്ടെടുത്തു. ഇതൊരു അപ്പാർട്ട്മെന്റ് വിറ്റ പണമാണെന്നും ബാങ്കുകളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് പണം കയ്യിൽ വെച്ചിരിക്കുകയാണെന്നും അവൻ അവരോട് കള്ളം പറഞ്ഞു. എന്നിട്ടും പോലീസ് വിട്ടില്ല. അവനെ ഒന്നും മർദ്ദിച്ച് ആക്രമണോത്സുകരായി പോലീസുകാർ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പോലീസുകാരുടെ ഈ മോശം പെരുമാറ്റം സ്പാനിഷ് എംബസിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും നിങ്ങളുടെ പ്രവർത്തികൾ ലീഗലല്ല എന്നും പറഞ്ഞ ഇവൻ ധൈര്യത്തോടെ അവരെ ഭീഷണിപ്പെടുത്തി. അതോടെ ഭയന്നേ അവർ അവനെ വിട്ടയച്ചു. പിന്നീട് സുരക്ഷിതമായി അവൻ തിരികെ എത്തി. അപ്പോഴാണ് ഇവൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ആ പോലീസുകാർ യഥാർത്ഥത്തിലുള്ള ഒരു പോലീസുകാരിയായിരുന്നില്ല. അവന് ഭീഷണിയുമായിരുന്നില്ല. സമ്മർദ്ദഘട്ടങ്ങളിൽ അവൻ പതറുമോ എന്ന് പരിശോധിക്കാൻ ആനി ഏർപ്പാടാക്കിയ ആളുകളായിരുന്നു അവർ. ആ സാഹചര്യം അവൻ കൈകാര്യം ചെയ്ത രീതി ആനിയെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തി. അവർ പാർട്ടിക്കായി പോയി. അന്ന് രാത്രി അവർ ഒന്നിച്ച് ഒരു രാത്രി ചിലവഴിച്ചു. എന്നാൽ പിറ്റേന്ന് രാവിലെ ഐവാൻ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു.
തിരിച്ചറിഞ്ഞു. ആനി യാഥാർത്ഥ്യത്തിൽ വിവാഹിതയാണ്. അവളുടെ ഭർത്താവ് ഫ്രാൻകോയിസ് ഒരു വലിയ വജ്രക്കടത്ത് രാജാവാണ്. സത്യത്തിൽ ഐവാന്റെ ബോസും ഏറെക്കുറെ അയാൾ തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ ഐവാൻ ചെന്ന് പെട്ടത് കള്ളക്കടത്ത് നടത്തുന്ന മണി ലോണ്ടറിംഗ് അഥവാ ഹവാലയും കുഴൽപ്പണവും ഒക്കെ ചെയ്യുന്ന ഒരു സംഘത്തിന്റെ അടുത്തേക്കായിരുന്നു. സത്യമറിഞ്ഞിട്ടും ഐവാൻ വികാരാധീനനാകാതെ തന്റെ ജോലിയിൽ ശ്രദ്ധിച്ചു. സാവധാനം അവൻ ആ മാഫിയ ശൃംഖലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ആനിക്കും എസാമിസിനുമിടയിൽ പണം കൈമാറുന്നതായിരുന്നു അവന്റെ പ്രധാന ചുമതല. ബെൽജിയത്തിൽ നിന്ന് വജ്രം വാങ്ങുകയും സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി ആ പണം നിയമപരമാണെന്ന് തോന്നിപ്പിക്കും വിധം വെളുപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ പണത്തിന്റെ ഉറവിടം അത്ര വ്യക്തമായ ഒന്നല്ല. എസാമസ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും ആ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ നടക്കുന്ന പ്രോസസ്സിൽ 3% കമ്മീഷനാണ് അവന് ലഭിക്കുക. ഒരു വർഷക്കാലം വളരെ പെട്ടെന്നങ്ങോട്ടേക്ക് കടന്നുപോയി. ഐവാൻ ആ മാഫിയ ശൃംഖലയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കണ്ണിയായി മാറി. എന്നാൽ പണം വെളുപ്പിക്കാൻ ബെൽജിയം സുരക്ഷിതമല്ലെന്ന് വന്നപ്പോൾ ആനി ആ ബിസിനസ് പൂർണ്ണമായും സ്വിറ്റ്സർലൻഡിലേക്ക് പറിച്ചു നട്ടു. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനായി സ്റ്റാഫെ എന്ന IT വിദഗ്ധനെയും അവർ കൂടെ കൂട്ടി. ഒരു ദിവസം ടിവിയിൽ ലൊക്കാന എന്ന രാഷ്ട്രീയക്കാരൻ ഐവാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തലേ ദിവസം ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒക്കാന തന്റെ കാമുകിയെ രഹസ്യമായി കാണുന്നത് ഐവാൻ കണ്ടിരുന്നു. ഒക്കാന വിവാഹിതനായ വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒക്കാനയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമായി ഐവാൻ അത് നോക്കിക്കണ്ടു. ഒക്കാന താമസിക്കുന്ന ഹോട്ടലിൽ ഒരു ഒളി ക്യാമറ വെക്കാൻ ഐവാൻ ശ്രമിച്ചു. കാമുകി അവിടെ എത്തുമ്പോ അതിന്റെ വീഡിയോ എടുക്കാമെന്നും അത് കാട്ടി ഒക്കാനയെ ഭീഷണിപ്പെടുത്താം, ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നതുമായിരുന്നു ഐവാന്റെ പദ്ധതി. പക്ഷെ അവന്റെ ആ ശ്രമത്തിനിടയിൽ ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ ഐവാനെ കൈയോടെ പിടികൂടി. എന്നാൽ ഐവാൻ 10,000 യൂറോ അവന് കൈക്കൂലിയായി നൽകി അയാളെ സ്വാധീനിച്ചു. അതോടെ ആ ജീവനക്കാരൻ ഐവാന്റെ കൂട്ടാളിയായി മാറി. യാനിക് എന്നായിരുന്നു അവന്റെ പേര്. അവന് ചെയ്യുന്ന ഈ പരിപാടിയിൽ ഹരം തോന്നുകയും ഐവാന്റെ പാർട്ട്ണറായി കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അവരങ്ങനെ ഹോട്ടലിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് അവന്റെ ജോലി പൂർണ്ണമായ സമയത്ത് ഐവാന്റെ അമ്മയുടെ കോൾ അവനെ തേടിയെത്തി. അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലമായെന്നും അതുകൊണ്ട് ഒന്ന് വരണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഏകദേശം വീട് വിട്ടവൻ പോന്നിട്ട് 1 വർഷം പിന്നിട്ടിരുന്നു. ആനിക്കടുത്ത് ചെന്ന് ഐവാൻ വീട്ടിലേക്ക് പോവേണ്ട കാര്യം പറഞ്ഞു. തുടർച്ചയായി അവൾ അവന് വേണ്ടി നിർത്താതെ ജോലി ചെയ്യുന്നത് കൊണ്ട് ആനി അവന് കുറച്ച് ദിവസത്തെ അവധി കൊടുത്തു. എന്നാൽ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഐവാനും യാനിക്കും കൂടി നേരെ പോയത് ഒക്കാന താമസിക്കുന്ന മാർബയിലേക്കായിരുന്നു. അവരുടെ ലക്ഷ്യം കൂടുതൽ വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഒക്കാനയോട് പണം ചോദിക്കുന്നതിന് പകരം ആ വീഡിയോ ഉപയോഗിച്ച് തങ്ങൾക്ക് വേണ്ട വാതിലുകൾ തുറക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് അവർ അയാളെ നിർബന്ധിച്ചു. വലിയ ആളുകളുമായി പരിചയപ്പെടൽ, സുരക്ഷിതത്വം, കൂടുതൽ ബന്ധങ്ങൾ, ഇതൊക്കെയായിരുന്നു ഒക്കാനയിൽ നിന്നും അവർക്ക് നേടിയെടുക്കേണ്ടത്. ആ നഗരത്തിൽ ഒക്കാനയുടെ സംരക്ഷണത്തിൽ വലിയൊരു മണി ലോണ്ടറിംഗ് ഓപ്പറേഷൻ നടത്താൻ തങ്ങൾക്ക് അനുവാദം വേണം എന്ന് ഐവാൻ അയാളോട് ആവശ്യപ്പെട്ടു. ഒക്കാനയുടെ മുമ്പിൽ മറ്റു വഴിയുണ്ടായിരുന്നില്ല. തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ആ വീഡിയോ പുറത്തുപോയാൽ ഇല്ലാതാകും. ഒക്കാന മടിയോടെയാണെങ്കിലും അത് സമ്മതിച്ചു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും മാഫിയ തലവന്മാർക്കും ഒക്കാന തന്നെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ ഐവാൻ ആരെന്ന് അവർക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഐവാന് വിശ്വാസവുമില്ല. അവരിൽ പലരും അധോലോകത്ത് നല്ല പേരുള്ള എസാമസിനൊപ്പം നിലവിലിപ്പോൾ കണക്റ്റഡ് ആണ്. അവരുടെ കള്ളപ്പണം അവർ വെളുപ്പിക്കുന്നതും എസാമസിന്റെ സഹായത്തോടെയാണ്. ഭാഗ്യവശാൽ ഇതെല്ലാം ഒക്കാനയ്ക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ സമയം ഒക്കാന ഒരുപടി മുന്നോട്ടിറങ്ങി. ഐവാൻ തന്റെ അനന്തരവനാണെന്ന് ഒക്കാന ഒരു കള്ളം പറഞ്ഞു. അവർക്ക് ഉറപ്പും നൽകി. ആ ഒരൊറ്റ കള്ളം എല്ലാം മാറ്റിമറിച്ചു. ഒരു രാഷ്ട്രീയക്കാരന്റെ പിന്തുണയുള്ളതിനാൽ ഐവാൻ അവർക്ക് വിശ്വസിക്കാവുന്ന ഒരാളായി മാറി. അതോടെ ഐവാനെ തേടി നേരിട്ട് മണി ലോണ്ടറിംഗ് ബിസിനസ്സുകൾ വന്നു തുടങ്ങി. ബിസിനസ് ചർച്ചകൾക്ക് ശേഷം ഐവാൻ ക്രിസ്മസ് തലേന്ന് വീട്ടിലേക്കെത്തി. അത്താഴ സമയത്ത് അവൻ മാതാപിതാക്കൾക്ക് വില കൂടിയ സമ്മാനങ്ങൾ നൽകി. അതവരെ അഭിമാനഭരിതരാക്കും എന്നായിരുന്നു അവൻ കരുതിയത്. പക്ഷേ എന്നാൽ അവന്റെ അച്ഛൻ അതിലൊട്ടും ആകൃഷ്ടനായില്ല. ഇത്ര പെട്ടെന്ന് ഐവാൻ എങ്ങനെ ഇത്രയധികം പണം കിട്ടി എന്ന് അദ്ദേഹം സംശയിച്ചു. താനൊരു ഫിനാൻഷ്യൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ഐവാൻ കള്ളം പറഞ്ഞു. എളുപ്പത്തിൽ കിട്ടുന്ന പണത്തിന് പിന്നിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അത് തേടിപ്പോകുന്നവർ ഒടുവിൽ ജയിലടികൾക്ക് പിന്നിലാകുമെന്നും അച്ഛൻ അവന് മുന്നറിയിപ്പ് നൽകി. ആ സംസാരം ഐവാനെ ചൊടിപ്പിച്ചിരുന്നു. 1ഉം 2ഉം പറഞ്ഞ് അച്ഛനും മോനും തമ്മിൽ വഴക്കുണ്ടായി. ഒടുവിൽ അന്നത്തെ ആ അത്താഴം വലിയൊരു വഴക്കിലായിരുന്നു അവസാനിച്ചത്. വർഷം 2004 ആയപ്പോഴേക്കും സ്പെയിനിൽ വലിയ രീതിയിലുള്ള അപ്പാർട്ട്മെന്റ് നിർമ്മാണങ്ങൾ നടക്കുകയായിരുന്നു. ഐവാന് തന്റെ ബിസിനസ് മറച്ചുവെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യമായിരുന്നു അത്. നിർമ്മാണ മേഖലയിലും റിയൽ എസ്റ്റേറ്റിലും ഇത്രയധികം പണം മറിയുന്നതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നത് അവൻ എളുപ്പമായി മാറി. അധികൃതരുടെ കണ്ണിൽ
കണ്ണിൽപ്പെടാൻ സാധ്യതയും നന്നേ കുറവായിരുന്നു. എന്നാൽ എല്ലാവരും ഇതൊന്നും കാണാതെ പോയില്ല. തിരശീലയ്ക്ക് പിന്നിൽ ഇൻസ്പെക്ടർ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഐവാനെക്കുറിച്ച് രഹസ്യമായി അന്വേഷണം തുടങ്ങിയിരുന്നു. മാർബേയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളിൽ ഐവാന് പങ്കുണ്ടെന്ന് അദ്ദേഹം സംശയിച്ചു. പക്ഷേ ഉറച്ച തെളിവുകളൊന്നും അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഐവാൻ മുമ്പൊരിക്കലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ളതായി ഒരു രേഖകളിലുമില്ല. പുറമേ നോക്കിയാൽ അവൻ തികച്ചും മാന്യനാണ്. മറുവശത്ത് ഐവാനാകട്ടെ തന്റെ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ബിസിനസ് ശൃംഖല വിപുലീകരിച്ചുകൊണ്ടേയിരുന്നു. സമ്പന്നരായ ബിസിനസ്സുകാർ പങ്കെടുത്ത ഒരു ലക്ഷറി യാച്ച് പാർട്ടിയിൽ വെച്ച് അവൻ തന്റെ സേവനങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ അവരോട് സംസാരിച്ചു. അവിടെ വെച്ചാണ് അവൻ അപ്രതീക്ഷിതമായി ലെറ്റീഷ്യയെ വീണ്ടും കണ്ടുമുട്ടുന്നത്. അവർക്കിടയിൽ ഉടൻ തന്നെ ഒരു അടുപ്പം ഉടലെടുത്തെങ്കിലും അതധികം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് എസാമസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഐവാൻ തന്റെ പല ഇടപാടുകാരെയും തട്ടിയെടുക്കുകയാണെന്ന് എസാമസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഐവാനുമേൽ അയാൾക്കടുത്ത ദേഷ്യത്തിലുമായിരുന്നു. തന്റെ അധികാരപരിധിയിൽ നിന്നും മാറി നിൽക്കണമെന്നും അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അയാൾ ഐവാന് താക്കീത് കൊടുത്തു. പക്ഷേ ഐവാൻ ഭയപ്പെടുന്നേയുണ്ടായിരുന്നില്ല. അവൻ യാനിക്കിനൊപ്പം അവിടെ നിന്നിറങ്ങി ഒരു കൂസലുമില്ലാതെ യാത്ര തുടർന്നു. പക്ഷേ എസാമസിന്റെ ആ ഭീഷണി ഗൗരവമുള്ളത് തന്നെയായിരുന്നു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ എസാമസിന്റെ ആളുകൾ അവരുടെ വണ്ടി തടഞ്ഞു. അവരെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിരുന്നാലും ഐവാൻ പേടിച്ച് തിരിച്ചോടാൻ ഒളിച്ചിരിക്കാനൊന്നും തയ്യാറായില്ല. അടുത്ത ദിവസം അവൻ എസാമസിനെ നേരിട്ട് കണ്ടു. ഒരു കരാർ മുന്നോട്ട് വെച്ചു. താനിനി എസാമസിന്റെ ആളുകളെ തട്ടിയെടുക്കില്ല. പകരം മാർബയിലെ തന്റെ പ്രവർത്തനങ്ങളിൽ എസാമസ് ഇടപെടരുത്. കരാർ ഉറപ്പിക്കാൻ തന്റെ ലാഭത്തിന്റെ 10% എസാമസിന് നൽകാം എന്നും ഐവാൻ വാഗ്ദാനം ചെയ്തു. എസാമസ് ആകട്ടെ 30% തന്നാൽ നമുക്ക് പരിഗണിക്കാം എന്നായി. കൂടാതെ ഒരു നിബന്ധന കൂടി വെച്ചു. ഐവാൻ ഒരിക്കലും തന്റെ മകളായ ലെറ്റീഷ്യയുടെ അടുത്തേക്ക് പോകരുത്. ഐവാനാണെങ്കിൽ അക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ബിസിനസ് തകരാതിരിക്കാനും തന്റെ ബിസിനസ് നല്ല രീതിയിൽ വളരാനും വേണ്ടി അവൻ അതിന് സമ്മതിച്ചു. പുതിയ കരാർ നിലവിൽ വന്നതോടെ ഐവാന്റെ ഇടപാടുകൾ വീണ്ടും വളർന്നു. ഐവാനും യാനിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ തുടർന്നു പോന്നു. ഒപ്പം വലിയ ബന്ധങ്ങളും ഉണ്ടാക്കി. അവരുടെ സമ്പത്ത് വർദ്ധിച്ചു. ജീവിതം ആഡംബരപൂർണമായി. തങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. പക്ഷേ അവർ എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നുവോ അത്രത്തോളം അപകടവും കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആനി അപ്രതീക്ഷിതമായി അവിടെ എത്തി. ഇടപാടുകൾ കുറച്ചുകാലത്തേക്ക് നിർത്തിവെക്കാൻ അവൾ അവന് മുന്നറിയിപ്പ് നൽകി. പോലീസ് ഇപ്പോൾ ഫ്രാൻകോയിസിനെയും എസാമസിനെയും ഗൗരവകരമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഇത് തുടർന്നാൽ അടുത്തത് ഐവാനായിരിക്കുമെന്നും അവൾ വാണിംഗ് കൊടുത്തു. ഈ വാർത്ത കേട്ട് ഐവാൻ കുറച്ചൊന്ന് പരിഭ്രാന്തനായി. തന്നെ കൊടുക്കാൻ സാധ്യതയുള്ള എല്ലാ തെളിവുകളും അവൻ നശിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ യാനിക്ക് ശാന്തനായിരുന്നു. അമിതമായി ചിന്തിച്ച് തലപുകയ്ക്കരുതെന്ന് അവൻ ഐവാനെ ഉപദേശിച്ചു. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ അവൻ ഐവാനെയും കൂട്ടി വീണ്ടും ക്ലബ്ബുകളിലേക്ക് പോയി. ക്ലബിൽ വെച്ച് ഐവാൻ ഒരിക്കൽ കൂടി ലെറ്റീഷ്യയെ കണ്ടുമുട്ടി. കണ്ട മാത്രയിൽ പഴയതുപോലെ പരസ്പരം അവർക്കിടയിൽ ആകർഷണം തോന്നി. അത് പ്രകടവുമായിരുന്നു. പക്ഷേ തന്റെ പിന്നാലെ വരുന്നത് വലിയ അപകടമാണെന്ന് ലെറ്റീഷ്യ അവന് മുന്നറിയിപ്പ് കൊടുത്തു. അവളുടെ അച്ഛൻ നമ്മുടെ ഈ ബന്ധം ഒരിക്കലും അനുവദിക്കില്ലെന്നും ഐവാൻ കൊല്ലപ്പെടാൻ പോലും സാധ്യതയുണ്ടെന്നും അവൾ പറഞ്ഞു. പക്ഷേ ഐവാൻ ആ അപകടത്തെ കാര്യമാക്കിയില്ല. ലെറ്റീഷ്യ അവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് തന്റെ ഫോൺ നമ്പർ അവന് നൽകി. അവൻ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരാമെന്ന മട്ടിലുള്ള നിശബ്ദമായൊരു ക്ഷണമായിരുന്നു അത്. ക്ലബിൽ നിന്നിറങ്ങിയപ്പോൾ ഐവാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. കുറച്ചു നേരമായി 2 പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പിന്തുടരുന്നുണ്ട്. സംശയം തോന്നാതിരിക്കാൻ അവരോടൊപ്പം സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ഐവാനും യാനിക്കും തീരുമാനിച്ചു. അവിടെ അവർ ഇൻസ്പെക്ടർ റോയിയെ നേരിൽ കണ്ടു. ആദ്യം താൻ നിരപരാധിയാണെന്നും ഫ്രാൻകോയിസിനെയോ എസാമസിനെയോ തനിക്കറിയില്ലെന്നും ഐവാൻ നടിച്ചു. പക്ഷേ റോയ് അത് വിശ്വസിച്ചതേയില്ല. ഐവാനെയും യാനിക്കിനെയും ജയിലിലാക്കാൻ ആവശ്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്നാണ് അദ്ദേഹം ആ വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാപ്പ് സാക്ഷിയായി നിങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറായാൽ ഐവാനെ ജയിലിൽ പോകാതെ സംരക്ഷിക്കാം. ജയിലിൽ പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഐവാനും യാനിക്കും പോലീസിനെ സഹായിക്കാൻ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിച്ച ശേഷം ആരെങ്കിലും ചതി തിരിച്ചറിയുന്നതിനു മുമ്പ് മാർബയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഐവാന്റെ അടുത്ത നീക്കം. അന്വേഷണം നടക്കുമ്പോൾ അവിടെ നിന്ന് ദൂരെ മാറി നിൽക്കാനായിരുന്നു യാനിക്കും തീരുമാനിച്ചത്. അങ്ങനെ നടന്നാൽ അന്വേഷണവും അവരും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തുവരും. ആ അലിബൈ കൊണ്ട് തങ്ങളിതിൽ ഒരു തെറ്റും ചെയ്യാത്തവരാണ് എന്നവർക്ക് സ്ഥാപിച്ചെടുക്കാം. യാനിക്കിനോട് യാത്ര പറഞ്ഞ് മറ്റൊരു വഴിയിലേക്ക് പോവാനായിരുന്നു ഐവാൻ അപ്പോൾ തീരുമാനിച്ചത്. പോകുന്നതിനു മുമ്പ് ഐവാൻ ലെറ്റീഷ്യയെ വിളിച്ച് തന്റെ കൂടെ പാരീസിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു. അവളും സമ്മതിച്ചു.
അങ്ങനെ അവർ പാരീസിലെത്തി. പാരീസിൽ അവർ സമയം മടിച്ചു പൊളിച്ച് ചെലവഴിക്കുമ്പോൾ സ്പെയിനിൽ അന്വേഷണം തകർക്കുകയായിരുന്നു. അധികം വൈകാതെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ആ ബിസിനസ് ശൃംഖല തകർന്നു. ഒക്കാനയും എസാമസും അഴിമതിക്കാരായ പല ഉദ്യോഗസ്ഥരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ വാർത്തയെല്ലാം മാധ്യമങ്ങളിലും നിറഞ്ഞു. പാരീസിലിരുന്ന് ലറ്റീഷ്യ തന്റെ അച്ഛന്റെ അറസ്റ്റ് വാർത്ത അറിഞ്ഞു. ആകെ തകർന്നുപോയ അവൾ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. സ്പെയിനിൽ അത്തരം പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് കൂടെ വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഐവാൻ അവളോട് ക്ഷമ ചോദിച്ചു. അവൾക്കും സംശയമൊന്നും തോന്നിയിരുന്നില്ല. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഐവാൻ ആനിയെയും ഫ്രാൻകോയിസിനെയും കണ്ടു. തന്റെ പക്കൽ പുതിയൊരു ബിസിനസ് ഐഡിയ ഉണ്ടെന്നും തന്റെ പുതിയ ബിസിനസ്സിൽ പണം നിക്ഷേപിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്നും അവൻ ചോദിച്ചു. പക്ഷെ അവർ അത് നിരസിക്കുകയായിരുന്നു ചെയ്തത്. ബിസിനസ് ശൃംഖലയും എല്ലാം തകർന്ന സ്ഥിതിക്ക് കുറച്ചുകാലം ഒളിവിൽ പോകാനായിരുന്നു അവരുടെ തീരുമാനം. അതോടെ അവിടെ വീണ്ടും നിലനിൽപ്പില്ലെന്ന് കണ്ടതും ഐവാൻ മാഡ്രിഡിലേക്ക് തന്നെ തിരിച്ചുപോയി. അവൻ യാനിക്കിനെ വിളിച്ചു. അവർ ഒന്നിച്ച് അവിടെ ആഘോഷിച്ച് ചിലവഴിച്ചു. മദ്യപിച്ച് തങ്ങളുടെ സങ്കടങ്ങൾ മറക്കാൻ ശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ഐവാൻ കണ്ടത് അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ലെറ്റീഷ്യയെയാണ്. ആ രാത്രിയിലാണെങ്കിൽ ഐവാൻ മറ്റൊരു പെണ്ണുമായി കിടക്ക പങ്കിട്ടിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ലെറ്റീഷ്യ ആ കാഴ്ചയാണ് കണ്ടത്. വേദനയോടെയും ദേഷ്യത്തോടെയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അവൾ ഇറങ്ങിപ്പോയി. അതുമായി ഒന്ന് താതാത്മ്യത്തിൽ എത്തുന്നതിനു മുമ്പേ ഐവാന്റെ ഫോൺ വീണ്ടും മുഴങ്ങി. അതവന്റെ അമ്മയായിരുന്നു. അവന്റെ അച്ഛൻ ഈ ലോകം വിട്ട് പോയിരിക്കുന്നു. ആ വാർത്ത അമ്മയിൽ നിന്ന് അവൻ അറിഞ്ഞു. അതവനെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ഐവാനുടൻ തന്റെ വീട്ടിലേക്ക് കുതിച്ചെത്തി. അവിടെ എത്തിയ അവനെ അവന്റെ അമ്മ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പണത്തിന് പിന്നാലെ പായുന്നതിനിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്തവൻ വല്ലാതെ ദുഃഖിച്ചു. അച്ഛനെക്കുറിച്ചുള്ള അവന്റെ അവസാന ഓർമ്മ അവർ തമ്മിലുണ്ടായ ആ വഴക്കായിരുന്നു. അദ്ദേഹത്തോടൊരു ക്ഷമ ചോദിക്കാൻ പോലും അവന് സാധിച്ചില്ല. ഇനി ആ തെറ്റിന് ഒരിക്കലും ഒരു ക്ഷമ ചോദിക്കാനും സാധിക്കുകയുമില്ല. അവനിൽ അത് വല്ലാത്ത വേദന നിറച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഒരു വർഷക്കാലം കൂടി കടന്നുപോയി. വർഷം 2007. ആഗോള സാമ്പത്തിക മാന്ദ്യം മാഞ്ഞു വീശാൻ തുടങ്ങി. സ്പെയിനിനെ അത് കഠിനമായി ബാധിച്ചിരുന്നു. സമ്പദ് വ്യവസ്ഥ തകർന്നതോടെ ഐവാന്റെ ഇടപാടുകൾ ഒരു വർഷത്തേക്ക് പൂർണ്ണമായും നിർത്തേണ്ടി വന്നു. പണമില്ലാതായി. ബിസിനസ് പൂർണ്ണമായും നിശ്ചലമായി. ഐവാൻ വീണ്ടും സാധാരണക്കാരനായി ജീവിച്ചു. ഒരു രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോൾ ഹോങ്കോങ്ങിൽ നിന്നുള്ള ചില മാഫിയകൾ പണം കൈമാറുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ പണ്ട് ചെയ്തിരുന്ന അതേ രീതിയായിരുന്നു അവിടെ നടന്നത്. അവനവരെ ശ്രദ്ധിക്കുന്നത് കണ്ട് അവർ അവനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ പേടിക്കുന്നതിനു പകരം ഐവാൻ ആകാംക്ഷ കൂടുകയായിരുന്നു ചെയ്തത്. അവർ ആരാണെന്നും അവരുടെ ബിസിനസ് എത്ര വലുതാണെന്നും അറിയാൻ അവൻ തീരുമാനിച്ചു. വിവരങ്ങൾ അറിയാൻ അവൻ ജയിലിലുള്ള ഒക്കാനയെ നേരിൽ ചെന്ന് കണ്ടു. ഒക്കാന അവന് വിവരങ്ങൾ നൽകി. യാവോമിങ് എന്നയാളാണ് ആ സംഘത്തെ നയിക്കുന്നതെന്നും അയാൾ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ കടത്തുന്ന വലിയൊരു ശൃംഖല നടത്തുന്നുണ്ടെന്നും അവൻ മനസ്സിലാക്കി. ഐവാൻ ഒട്ടും വൈകിപ്പിക്കാതെ ആനിയെ ചെന്ന് കണ്ടു. പുതിയ ബിസിനസ് സാധ്യതയുടെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. ഒരു പുതിയ പ്ലാൻ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഹോങ്കോങ് സംഘവുമായി കൈകോർത്താൽ തങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ബിസിനസ് വീണ്ടും തുടങ്ങാമെന്ന് അവൻ പറഞ്ഞു. ബാങ്കിംഗ് ഇടപാടുകൾ ഇപ്പോൾ കടുപ്പമാണെന്നും അത് സക്സസ് ആവാൻ സാധ്യത കുറവാണ് എന്നും പറഞ്ഞ ആദ്യം മാന്യം അടിച്ചെങ്കിലും പണമില്ലാത്ത എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് അവസാനം അവർ സമ്മതിച്ചു. വൈകാതെ അവർ യാവോമിങ്ങുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഐവാൻ തന്റെ എല്ലാ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. ഒടുവിൽ അവനതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള അവരുടെ ശൃംഖലയുമായി ചേരാൻ യാവോമിങ് അവർക്ക് അനുവാദം കൊടുത്തു. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഐവാൻ യാനിക്കിനെ വീണ്ടും വിളിച്ചു. അങ്ങനെ ആ ടീം വീണ്ടും ഒന്നിച്ചു. പഴയതിനേക്കാൾ വലിയ രീതിയിലും വേഗത്തിലും അവരുടെ ആ ബിസിനസ് അങ്ങ് വളർന്നു. പണം ഒഴുകാൻ തുടങ്ങിയതോടെ ഐവാനും മാനിയും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അത്താഴത്തിന് പോയി. എന്നാൽ അവിടെ അവർക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് എസാമസ് ആയിരുന്നു. എസാമസ് തനിച്ചുമല്ലായിരുന്നു വന്നത്. ലെറ്റീഷ്യയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും കൂടെയുണ്ടായിരുന്നു. എസാമസ് ഇതിനകം ജയിൽ മോചിതനായി കഴിഞ്ഞിരുന്നു. ശരിയായ ആളുകൾക്ക് കൈക്കൂലി നൽകി എസാമസ് തന്റെ ശിക്ഷ 6 മാസക്കാലമായി കുറച്ചു. അങ്ങനായിരുന്നു എസാമസ് പുറത്തെത്തിയത്. നിലവിലവന് എല്ലാ സത്യങ്ങളും അറിയാം. തന്റെ ബിസിനസ് തകർത്തതും താൻ പിടിയിലായതിന് കാരണവും ഐവാനാണെന്ന്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഐവാനെ അപമാനിക്കാൻ എസാമസ് ശ്രമിച്ചു. ഐവാൻ അവിടെ വെച്ച് തന്നെ തിരിച്ചു പ്രതികരിക്കാൻ നോക്കിയെങ്കിലും ലെറ്റീഷ്യ ഇടപെട്ട് അത് തടഞ്ഞു. എല്ലാം കൊണ്ടും അവിടുണ്ടായ സീനിൽ മടുത്തിരുന്ന ഐവാനും ആനിയും അവിടെ നിന്നിറങ്ങിപ്പോന്നു. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ തീരുന്നുണ്ടായിരുന്നില്ല. അതൊരു തുടക്കമായിരുന്നു. അധികം വൈകാതെ മറ്റൊരു ദുരന്തം കൂടി അവരെ തേടിയെത്തി. ആനിയുടെ പഴയൊരു പങ്കാളിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഫാൽസിയാനി എന്ന IT ജീവനക്കാരൻ അവരുടെ വിവരങ്ങൾ അധികൃതർക്ക് ചോർത്തി. കാര്യങ്ങൾ കൂടുതൽ വഷളായി. ആനിയുടെ ഭർത്താവ് ഫ്രാൻകോയിസ് ഐവാനും ആനിയും വർഷങ്ങളായി സമ്പാദിച്ച എല്ലാ പണവുമായി ഫാൽസിയാനി
ഐവാനിക്കൊപ്പം മുങ്ങി. കള്ളപ്പണത്തിന്റെ അക്കൗണ്ട് വിവരങ്ങൾ മുഴുവൻ പുറത്തായി. പണമാണെങ്കിൽ നഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാം തകർന്നു. ആ ഒരു ചതി ഐവാനെയും ആനിയെയും മരണത്തിലേക്ക് വരെ നയിക്കുന്നതായിരുന്നു. യാവോമിങ്ങും സംഘവും അവരുടെ പണം നഷ്ടപ്പെട്ടത് ഒരു തരത്തിലും വെറുതെ വിടില്ല. അവർ തീർച്ചയായും ആനിയോടും ഐവാനോടും പ്രതികാരം ചെയ്യും. ആനിയും ഐവാനും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഏറെ വൈകിപ്പോയിരുന്നു. യാവോമിങ് അവരെ കൊല്ലാൻ ആളുകളെ അയച്ചു. ആ മരണമുഖത്തു നിന്ന് രക്ഷപ്പെടാൻ ഐവാൻ ഒരു സാഹസികമായ വാഗ്ദാനം യാവോമിങ്ങിന്റെ മുന്നിലേക്ക് വെച്ചു. സംഘത്തിന്റെ ബാക്കിയുള്ള എല്ലാ പണവും പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഒരു കമ്മീഷനും എടുക്കാതെ താൻ ഹോങ്കോങ്ങിലെത്തിക്കാം എന്നവൻ യാവോമിങ്ങിന് ഉറപ്പു നൽകി. അത്ഭുതകരമെന്ന് പറയട്ടെ, യാവോമിങ് അത് സമ്മതിച്ചു. ഐവാന് അവസാനമായി യാവോമിങ് ഒരു അവസരം കൊടുക്കുകയായിരുന്നു. ഐവാനെ സംബന്ധിച്ച് അതൊരു മരണക്കളിയായിരുന്നു. ജീവിക്കണമെങ്കിൽ അതിൽ വിജയിച്ചേ തീരൂ. ആ പദ്ധതിക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പോകുന്നതിനു മുമ്പ് ഐവാനാനിയോട് യാത്ര പറഞ്ഞു. താൻ മടങ്ങിവരും എന്നുറപ്പും നൽകി. അപകടം നിറഞ്ഞ ആ യാത്ര അവൻ ആരംഭിച്ചു. കള്ളപ്പണം നിറച്ച ഓരോ കണ്ടെയ്നറുകളും അവൻ സുരക്ഷിതമായി ട്രാൻസ്പോർട്ട് ചെയ്യാൻ നോക്കി. ഒടുവിൽ ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവന്റെ ആ പ്ലാൻ വിജയിച്ചു. താൻ രക്ഷപ്പെട്ടു എന്ന വലിയൊരു ആശ്വാസവും സമാധാനവും ഐവാന് തോന്നിയിരുന്നു. അത്യാവശ്യം പണവും ഐവാനെ തേടിയെത്തി. ആ സന്തോഷം നൈറ്റ് ക്ലബിൽ പോയി അവൻ നല്ല രീതിയിൽ ആഘോഷിച്ചു. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. ഇന്റർപോൾ പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയത്. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവർ അവനെ തിരികെ സ്പെയിനിലേക്ക് എത്തിച്ചു. ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ഇൻസ്പെക്ടർ റോയ്ക്ക് 10 ലക്ഷം യൂറോ കൈക്കൂലി വാഗ്ദാനം ചെയ്തു. അവന്റെ ബിസിനസിനെ പറ്റിയുള്ള എല്ലാ തെളിവുകളും ഉദ്യോഗസ്ഥർക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരെയും പണം കൊണ്ട് വാങ്ങാൻ സാധിക്കില്ലല്ലോ. അവിടെയാണ് കഥയിലെ അവസാനത്തെ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. ഐവാനെ ഇന്റർപോളിന് ഒറ്റിക്കൊടുത്തത് ആനി തന്നെയായിരുന്നു. ആനിയെ അവർ മുൻകൂട്ടി പിടികൂടി ഐവാന്റെ ബിസിനസിനെ പറ്റി ഒറ്റിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. സ്വന്തം നിലനിൽപ്പിന് ഐവാൻ പണ്ട് മറ്റുള്ളവരെ ചതിച്ചതുപോലെ ആനി സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഐവാനെ ചതിച്ചു. അതവനെ വേദനിപ്പിച്ചെങ്കിലും ആ ഒരു ലോകത്ത് എല്ലാവർക്കും ഏറ്റവും വലുത് അവരവരുടെ നിലനിൽപ്പാണ് എന്ന് ഐവാൻ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ യാവോമിങ്ങും സംഘവും കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ കേസിന്റെ വിവരങ്ങൾ മുഴുവനായും പുറത്തു വന്നു. അതോടെ സ്പെയിനിൽ സാമ്പത്തിക നിയമങ്ങൾ കടുപ്പിക്കുകയും നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ അടിച്ചമർത്തുകയും ചെയ്യപ്പെട്ടു. പുതിയ നിയമങ്ങൾ പോലും സ്പെയിൻ ഗവൺമെന്റ് നടപ്പിലാക്കി. പിന്നീട് ജയിലിൽ വെച്ച് ഐവാനെ കാണാൻ ഒരു റിപ്പോർട്ടർ എത്തി. ഐവാനെ അഭിമുഖം ചെയ്തു. ആ അഭിമുഖത്തിൽ അവനൊരു കാര്യം തന്റെ മനസ്സിൽ നിന്നും പറഞ്ഞു. പണം ഒരിക്കലും എന്റെ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. കൂടുതലായി താനുണ്ടാക്കിയ പണം എന്നെ ഒരു മോശക്കാരനാക്കി മാറ്റി. താൻ സ്നേഹിച്ച സകലതും തകർത്തു കളഞ്ഞു. എന്റെ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. എളുപ്പത്തിൽ കിട്ടുന്ന പണത്തിന് പിന്നാലെ വലിയ പ്രത്യാഘാതങ്ങൾ വരും. അത്യാഗ്രഹം നല്ല ഉദ്ദേശങ്ങൾ പോലും ഇല്ലാതാക്കും. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.